നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കോൺഗ്രസിലെ ശ്രീമതി ഷമാ മുഹമ്മദിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിൻ്റെ മുഖം എന്ന നിലയിൽ ശ്രീമതി ഷമാ മുഹമ്മദ് വളരെ പ്രശസ്തമാണ്. ഇപ്പോഴിതാ രോഹിത് ശർമ്മ വിവാദത്തിന് ശേഷം ശ്രീമതി ഷമാ മുഹമ്മദ് പുതിയ ഒരു വിവാദത്തിന് കൂടി തിരികൊളുത്തിയിട്ടുണ്ട്. എന്താണെന്നല്ലേ പറയാം. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ മുഖമാണ് ശ്രീമതി ഷമാ മുഹമ്മദ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കോൺഗ്രസിലെ സുധാകരേട്ടന് ഈ ഒരു അഭിപ്രായമില്ല. പാർട്ടിയുടെ ആരുമല്ല അവരെന്നാണ് ഒരിക്കൽ സുധാകരേട്ടൻ പത്രക്കാരോട് പറഞ്ഞത്. ക്ഷമയ്ക്ക് ഒട്ടും ക്ഷമയില്ല എന്നാണ് ചാനൽ ചർച്ചകളിൽ അവരുടെ പ്രകടനം കാണുന്ന ആർക്കും തോന്നുക. അത് ശരിയുമാണ്. മലയാളം നന്നായി അറിയില്ലാത്തത് കൊണ്ടാണ് ക്ഷമ ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ പറയുന്നത് എന്നായിരുന്നു പലരുടെയും അഭിപ്രായം. ഒരിക്കൽ ശ്രീജിത്ത് പണിക്കരെ ഒരു ചാനൽ ചർച്ചയിൽ നീ നിനക്ക് എന്നൊക്കെ ചേർത്ത് അഭിസംബോധന ചെയ്തത് മലയാളം അറിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് എല്ലാവരും സമാധാനിച്ചു. പക്ഷേ മലയാളം അറിയില്ലാത്ത ഒരാളെ എന്തിനാണ് കേരളത്തിൽ തന്നെ ഇങ്ങനെ ചാനൽ ചർച്ചയ്ക്ക് വിടുന്നത് അല്ലെങ്കിൽ വിടേണ്ടതുണ്ടോ എന്നായിരുന്നു കോൺഗ്രസ്സുകാരുടെ തന്നെ അഭിപ്രായം. പിന്നെ എങ്ങനെ ഷമാ മുഹമ്മദ് AICC വക്താവായി? ഷമാ മുഹമ്മദിൻ്റെ ഭർത്താവ് ഒരു ഇറ്റലിക്കാരനാണ്, ഓർക്കുന്നില്ലേ? ഇറ്റലിയുടെ പാസ്പോർട്ട് എൻ്റെ കാലിൻ്റെ അടിയിലുണ്ടെന്നൊക്കെ ഷമാ മുഹമ്മദ് ഒരിക്കൽ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ഷമാ മുഹമ്മദിൻ്റെ ആ ഒരു ഇറ്റലി കണക്ഷൻ ആയിരിക്കണം ഷമാ മുഹമ്മദിനെ AICC വക്താവ് ആക്കിയത്. ആ ഇറ്റലി കണക്ഷൻ തന്നെ ആയിരിക്കണം അവരെ തള്ളിപ്പറയുവാൻ കോൺഗ്രസിലെ VD സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം ഉൾപ്പെട്ട നേതൃത്വത്തിന് കഴിയാതെ വന്നതും. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ടായിരുന്നു ശ്രീമതി ഷമാ മുഹമ്മദ് വാർത്തകളിൽ ഇടം പിടിച്ചത്. രോഹിത് ശർമ്മ തടിയനാണെന്നായിരുന്നു ഷമാ മുഹമ്മദിൻ്റെ കണ്ടുപിടുത്തം. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആണെന്നായിരുന്നു മറ്റൊരു കണ്ടുപിടുത്തം. സോഷ്യൽ മീഡിയയിലും മറ്റും ഇത് വലിയ ഒരു വിവാദമായപ്പോൾ ശ്രീമതി ഷമാ മുഹമ്മദ് ആദ്യം കങ്കണ റണൌട്ടിൻ്റെ പഴയ ഒരു പോസ്റ്റ് എടുത്ത് ഡിഫെൻഡ് ചെയ്യുവാൻ നോക്കി. അത് വേണ്ട വിധം ഏശാതെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു രോഹിത് ശർമ്മയ്ക്ക് ഫിറ്റ്നസ് ഇല്ല എന്നായി അവരുടെ അടുത്ത ന്യായീകരണം. It was just a generic tweet about a fitness of a sports person. Just spoke in a generic manner, and I fail to understand in democracy we don't have the right to speak in such. ചില ദേശീയ ചാനലുകളിൽ ഇരുന്ന് ചില കോൺഗ്രസ്സുകാരും അത് ഏറ്റുപിടിച്ചു. എനിക്ക് മനസ്സിലാകാത്തത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഫിറ്റ്നസ് തീരുമാനിക്കുവാൻ ഇവരൊക്കെ ആരാണ്? ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കുവാൻ, അയാൾ ഫിറ്റ് ആണോ എന്നറിയുവാൻ BCCIക്ക് തന്നെ അവരുടേതായ ചില ടെസ്റ്റുകൾ, ചില രീതികൾ ഒക്കെയുണ്ട്. ആ ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ ഒരു കളിക്കാരൻ ഫിറ്റ് ആണോ എന്ന് BCCI തന്നെ തീരുമാനിക്കൂ. ഒരു കളിക്കാരൻ്റെ കാർഡിയോ വാസ്കുലാർ ഫിറ്റ്നസ് അളക്കുവാൻ, അതുപോലെ എൻഡ്യൂറൻസ് പരിശോധിക്കുവാൻ, അയാളുടെ എയറോബിക് കപ്പാസിറ്റി അറിയുവാൻ ഒക്കെ BCCIക്ക് യോ ടെസ്റ്റ് ഉണ്ട്. ആധുനിക ക്രിക്കറ്റ് ഇവാലുവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഈ യോ ടെസ്റ്റ്. എല്ലാവരും ഈ ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട്. യോ ടെസ്റ്റിനെ ബീപ്പ് ടെസ്റ്റ് അല്ലെങ്കിൽ ഷട്ടിൽ റൺ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. യോ ടെസ്റ്റിനെ കുറിച്ച് മാത്രം പറയുവാൻ വേറൊരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. യോ ടെസ്റ്റ് കൂടാതെ ഒരു 2 കിലോമീറ്റർ ടൈം ട്രയൽ ഉണ്ട്. ഇതും മാൻഡേറ്ററി ആണ്. ഇതിൽ ഫാസ്റ്റ് ബൗളർമാർ ഈ 2 കിലോമീറ്റർ ട്രയൽ 8 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം. മറ്റു കളിക്കാർ, ബാറ്റ്സ്മാൻ, സ്പിന്നേഴ്സ്, വിക്കറ്റ് കീപ്പർ ഇവരൊക്കെ 8 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഈ 2 കിലോമീറ്റർ ട്രയൽ പൂർത്തിയാക്കിയിരിക്കണം. ഇതൊന്നും പോരാതെ ക്രിക്കറ്റേഴ്സ് നല്ല സ്ട്രോങ് ആയിരിക്കണം, അവർ ഫാസ്റ്റ് ആയിരിക്കണം, നല്ല സ്റ്റാമിന ഉണ്ടായിരിക്കണം, നല്ല മാനസിക പ്രതിരോധമുള്ളവരായിരിക്കണം, അവർക്ക് ബാലൻസ്, കോർഡിനേഷൻ, അതുപോലെ എബിലിറ്റി, എജിലിറ്റി, മൊബിലിറ്റി, സ്റ്റെബിലിറ്റി ഇതെല്ലാം നല്ല ഉയർന്ന നിലയിലായിരിക്കണം. ഇങ്ങനെ ഫിറ്റ്നസ് ഒക്കെ പാസ്സായ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ കുറിച്ചാണ് ക്ഷമ പറയുന്നത് അയാൾ ഫിറ്റ് അല്ലെന്ന്. എന്തറിഞ്ഞിട്ടാണോ എന്തോ. എനിക്ക് തോന്നുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് ലൈം ലൈറ്റിൽ വരുവാനും കുറച്ച് നാൾ ശ്രദ്ധ പിടിച്ചു പറ്റി താൻ ഇവിടെ തന്നെയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുവാനും അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുവാനും ആയിരിക്കണം ശ്രീമതി ഷമ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട്
ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണാവോ രാജ്യത്തിന് വേണ്ടി ആ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റും കളിച്ചുകൊണ്ടിരുന്ന രോഹിത് ശർമ്മയെ വെറുതെ ചൊറിയാൻ പോയി പണി മേടിച്ച് കെട്ടിയത്. ആദ്യമൊക്കെ കുറേ ന്യായീകരണങ്ങളുമായി വന്നു, എങ്കിലും അത് ശരിയാകാതെ വന്നതുകൊണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു അവർ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടി എന്നാണ് പരദൂഷണക്കാർ പറയുന്നത്. എന്നാൽ രോഹിത് ശർമ്മ വിവാദമല്ല ഇപ്പോൾ ക്ഷമയെ കൂടുതൽ എയറിൽ കയറ്റിയിരിക്കുന്ന പുതിയ വിവാദം. ഇസ്ലാം ഒരു സയൻറ്റിഫിക് റിലിജൻ ആണെന്നും മാത്തമാറ്റിക്സ് ഇസ്ലാമിലൂടെയാണ് വന്നതെന്നുമായിരുന്നു ശ്രീമതി ക്ഷമയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. Most merciful Allah. So Allah subhanahu wa ta'ala will definitely have mercy on these things. These are not things which He will not forgive you. It is your deeds which are very important also. And it's a very scientific religion. As you know that mathematics has come through Islam. ഇതെങ്ങനെ ശരിയാകുമെന്നാണ് മാത്തമാറ്റിക്സ് അഥവാ ഗണിത ശാസ്ത്രകാരന്മാരും സോഷ്യൽ മീഡിയയും എല്ലാം ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. ഇസ്ലാം ഒരു സയൻറ്റിഫിക് റിലിജൻ ആണെന്ന ക്ഷമയുടെ വാദത്തെ അംഗീകരിക്കുന്നു. അവർക്ക് അങ്ങനെ പറയുവാനും വിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മാത്തമാറ്റിക്സ് ഇസ്ലാമിലൂടെയാണ് വന്നത് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഒരു അതിശയോക്തി ഇല്ലേ? ഇനി മാത്തമാറ്റിക്സ് ഇസ്ലാമിലൂടെയാണ് വന്നതെങ്കിൽ 0 എവിടെ നിന്നാണ് ഉണ്ടായത്? മാത്തമേ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ കാര്യം എന്താകും? എനിക്ക് ഇസ്ലാമിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. എങ്കിലും ഇസ്ലാം ഉണ്ടാകുന്നത് ഏകദേശം 1400 വർഷം മുമ്പ് 610 AD എൻ്റെ ഒരു വിശ്വാസം. തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരുത്താം. ക്രിസ്തുവിന് മുൻപ് 6-ാം നൂറ്റാണ്ടിലാണ് മാത്തമാറ്റിക്സ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സബ്ജക്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന അർത്ഥം വരുന്ന മാത്തേമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് മാത്തമാറ്റിക്സ് എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്. ആർക്കിമിഡീസിനെ അറിയില്ലേ? അദ്ദേഹവും ആര്യഭടനും 2 പേരുമാണ് മാത്തമാറ്റിക്സിൻ്റെ പിതാക്കളായി ശാസ്ത്ര സമൂഹം ഗണിച്ചു വരുന്നത്. ആർക്കിമിഡീസ് ഒരു ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ, ഫിസിസിസ്റ്റ്, എഞ്ചിനീയർ, ആസ്ട്രോണമർ ഒക്കെ ആയിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നത് ക്രിസ്തുവിന് മുൻപ് 287 മുതൽ 212 വരെയുള്ള വർഷങ്ങളിലായിരുന്നു. മോഡേൺ കാൽക്കുലസ്, അതിൻ്റെ അനാലിസിസ്, ഇതിൻ്റെ ഒക്കെ തുടക്കം ആർക്കിമിഡീസിൽ നിന്നായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ നമ്മളും ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചതും ആർക്കിമിഡീസ് യുറേക്ക എന്ന് വിളിച്ച് ഓടിയ കഥകളുമൊക്കെ പഠിച്ചിട്ടില്ലേ? ഇനി ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായ ആര്യഭടൻ, അദ്ദേഹമാണ് പൂജ്യത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ക്രിസ്തബ്ദം 476 മുതൽ 550 വരെയാണെന്നാണ് പറയപ്പെടുന്നത്. ആര്യഭടനാണ് 5-ാം നൂറ്റാണ്ടിൽ തന്നെ ഭ്രമണപഥത്തെക്കുറിച്ചും ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സൂര്യനെ വലം വയ്ക്കുന്നു എന്ന തിയറിയുമൊക്കെ കൊണ്ടുവന്നത്. മറ്റൊരാൾ ഗണിതജ്ഞനും ജ്യോതിശാസ്ത്ര വിശാരദനുമായിരുന്ന ബ്രഹ്മഗുപ്തനാണ്. ബ്രഹ്മഗുപ്തൻ്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എന്ന പുസ്തകം, അത് ഗണിതത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും അറിവിലേക്ക് നയിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സംബന്ധിയായ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ക്രിസ്തബ്ദം 598 മുതൽ 668 വരെ ആയിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പ്രാചീന മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന സുമേരിയൻസ് ആണ് നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചത്. അതും ക്രിസ്തുവിന് മുൻപ് 3400-ൽ. ബേസ് 60 എന്നറിയപ്പെടുന്ന സെക്സാജെസിമൽ സിസ്റ്റം കണ്ടുപിടിച്ചതും സുമേരിയൻസ് ആണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയം, ആംഗിളുകൾ, അതേപോലെ ജോഗ്രഫിക് കോർഡിനേറ്റ്സ് ഇതെല്ലാം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ സെക്സാജെസിമൽ സിസ്റ്റത്തിലാണ്. ഷമാ മുഹമ്മദിൻ്റെ മാത്തമാറ്റിക്സ് അവകാശവാദം ദേശീയ മാധ്യമങ്ങൾ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് കേട്ടതായോ കണ്ടതായോ ഭാവിച്ചില്ല. അതുമാത്രമായിരിക്കില്ല, മലയാള മാധ്യമങ്ങൾക്ക് ഷമാ മുഹമ്മദ് ചർച്ചയ്ക്ക് വന്നാൽ അന്നൊരു സദ്യ കിട്ടിയ ആവേശമാണ്. അവരത് പ്രകടിപ്പിക്കാറില്ല, എന്നാൽ അവർക്കത് ഇഷ്ടമാണ് താനും. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വിഷയം സ്പർശിക്കാതെ പോകുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമി ഒരു മത്സരത്തിനിടെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം നോമ്പ് തെറ്റിച്ചു എന്ന മട്ടിൽ ചില മതപുരോഹിതർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു, ആ ഒരു പ്രതികരണത്തിനിടയിലായിരുന്നു ഈ ശ്രീമതി ഷമാ മുഹമ്മദ് ഈ ഇസ്ലാമും മാത്തമാറ്റിക്സും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കണക്ഷൻ കൊണ്ടുവന്നത്. മലയാളം നന്നായി അറിയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ക്ഷമയ്ക്ക് നാക്കുപിഴ പറ്റുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. എന്നാൽ ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന ശ്രീമതി ക്ഷമ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് എയറിലാകുമ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ഇവർക്ക് ക്ഷമയുമില്ല, ആവശ്യത്തിന് വേണ്ട വിവരവുമില്ല എന്ന്. എന്തിനാണ് AICC ഇവരെ വക്താവായി വച്ചിരിക്കുന്നത്? ആവശ്യത്തിന് വിവരമുള്ളവർ കോൺഗ്രസ്സിലില്ലേ? ഇവരുടെ വായിൽ നിന്നും ഇങ്ങനെ ഓരോ മുഴുമുത്തുകൾ വീഴുമ്പോൾ അപ്പോൾ തന്നെ BJP അതിനെ മുതലെടുക്കുകയാണ്. അബ്സേർഡിറ്റി ഫോർ അപ്പീസ്മെൻറ്റ് എന്നല്ലാതെ എന്താണ് പറയുക? പക്ഷേ എന്തിനാണോ ചാനൽ ചർച്ചകളിൽ ഇവരിങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓരോ തവണ ഇവർ ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലും വിഡ്ഢിതം വിളമ്പുമ്പോൾ ദൈവമേ കോൺഗ്രസ് ഇനി ഇവരെ ചർച്ചയ്ക്ക് വിടല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അവർ അടുത്ത ചർച്ചയ്ക്ക് വരുന്നത്. ചാനലുകാർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമയുള്ളത് വലിയ ഇഷ്ടമാണ്.
ഇവർ പറയുന്നത് കേൾക്കാൻ തന്നെ ആൾക്കാർ വരുമെന്ന്, അങ്ങനെ റേറ്റിംഗ് കൂട്ടാൻ കഴിയുമെന്ന് ഈ ചാനലുകാർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ഷമ മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വിളമ്പിയ വിഡ്ഢിത്തം കേട്ട് കോൺഗ്രസ്സുകാരുടെ വരെ തൊലി ഉരിഞ്ഞുപോയി. കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷികളുടെയും തോൽവിയെക്കുറിച്ച് അന്ന് ഷമ പറഞ്ഞത് എവ്രി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ ആൻഡ് എവ്രി ഡോഗ് കംസ് ബാക്ക് എന്നുമായിരുന്നു. ഇന്ത്യ ഇപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യനായപ്പോൾ ശ്രീമതി ഷമ അഭിനന്ദനവുമായിട്ടൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഈ ട്രോഫി നേടുന്നത് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ്റെ കീഴിലാണ്. പ്ലെയർ ഓഫ് ദ മാച്ചും രോഹിത് ശർമ്മ തന്നെയായിരുന്നു, ആ കളി ജയിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. എന്നിട്ടും പറഞ്ഞത് ശരിയായില്ല എന്ന് തുറന്നു പറയുവാനുള്ള ആർജവം ശ്രീമതി ഷമയ്ക്ക് ഇല്ലാതെ പോയി. വീണ്ടും ന്യായീകരണവും ഉരുണ്ടുകളിയും. ഈയിടെ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ജയറാം രമേശ് ബാങ്കുകളിൽ കൂടിക്കൂടി വരുന്ന സ്വർണ്ണ പണയ വായ്പ ഒരു ഇക്കണോമിക് സ്റ്റാഗ്നേഷനാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പുതിയ തിയറിയുമായി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ജയറാം രമേശും ഷമാ മുഹമ്മദും ഒക്കെ തന്നെയാണ് BJPയുടെ ഐശ്വര്യമെന്നും തോന്നുന്നു. നന്ദി, നമസ്കാരം.